ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? ഇത് പുറത്ത് കൊടുക്കാനുള്ള കേക്കൊന്നും അല്ല കേട്ടോ, വീട്ടിൽ തന്നെ കട്ട് ചെയ്യാനുള്ളതാണ്. ഇതൊരു 1.5 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. ഇത് നമ്മൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ കേട്ടോ. കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ വാൻ ഹുട്ടേൻ്റെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതിൽ 3 പീസസ് ആയിട്ടാണുള്ളത്. അതിൽ 2 പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് നമ്മൾ മോഡിൻ്റെ ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തെന്നുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് തണുക്കാൻ വെക്കുക. അപ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ വരും. ഈ ഒരു തിക്ക് ഗനാഷും പിന്നെ റോസ്റ്റഡ് ആൽമണ്ടുമാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ ഒരു ടൈമിൽ നമ്മൾ വിപ്പിംഗ് ക്രീമും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒഴിക്കാനുള്ള മിൽക്ക് സൊല്യൂഷനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ള ഗനാഷ്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗനാഷ് മാത്രമായിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം, അതും വേറൊരു ടേസ്റ്റാണ്. ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഷുഗർ സൊല്യൂഷനാണ്. നമ്മൾ വാട്ടറും ഷുഗറും കൂടി നല്ലോണം ബോയിൽ ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിൽ നമ്മൾ വാട്ടറിന് പകരം പാലാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗനാഷും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ട്സും അങ്ങനെ നമ്മൾ 3 ലെയേഴ്സും അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പെറ്റൽസ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ വെച്ചേക്കണേ. പിന്നെ മേളിൽ കുറച്ച് എഡിബിൾ ബോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബോൾസും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ, പിന്നെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി കുറച്ച് നമ്മുടെ ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. മാതാപിതാക്കളെ ഓർത്ത് പറയുന്നു. വേറെ മൂട്